ഞാൻ അനിക്ക. ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ ഈ വീഡിയോയിൽ റെയ്യു ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഓൺലൈൻ ക്ലാസ്സിലാണ്. ഇൻട്രോ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിമാണ്, ഒരു ചലഞ്ചല്ല, കുക്കിംഗ് അല്ല, ഒന്നുമല്ല, ഒരു ഗെയിമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനും കാക്കാരെല്ലാവരും പ്ലാൻ ചെയ്തിട്ട് റെയ്യുവിന് കൊടുക്കുന്ന ഒരു പണിയാണിത്. അപ്പോൾ അവന് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഇതെന്താ ഗെയിം എന്ന് വെച്ചാൽ ട്രഷർ ഹണ്ട് അങ്ങനെയാണ് തോന്നുന്നത് ഇതിൻ്റെ പേര് പറയുന്നത്. ഇനി ശരിക്കുള്ള പേര് വേറെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ട്രഷർ ഹണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ശരിക്കും ഇനി അവന് ഞാൻ പറഞ്ഞു കൊടുക്കും. അവനവൻ്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു തുണ്ട് അവന് കൊടുക്കും. ഒരു തുണ്ട് പേപ്പറിൽ ഇങ്ങനെ ചെറുതായിട്ട് എഴുതിയിട്ട് അതിലൊരു ക്ലൂ ഉണ്ടാവും. എന്നിട്ട് അടുത്ത പേപ്പർ എവിടെ വെച്ചിട്ടുള്ളത് അത് ആ ഒരു ക്ലൂന്ന് അവൻ കണ്ടെത്തി അങ്ങനെ പോയി അവസാനം നമ്മുടെ ട്രഷർ, നമ്മുടെ ഗിഫ്റ്റിലേക്ക് എത്തുന്നതാണ് ഈ ഒരു കളി, ഈ ട്രഷർ ഹണ്ടിങ് എന്ന് പറഞ്ഞ ഈ കളി. അപ്പോൾ അവന് ഈ കളി കളിച്ച് യാതൊരു പരിചയമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവന് ഏകദേശം ഒരു മണിക്കൂർ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ തുണ്ടുകളെല്ലാം അവിടെ ഇവിടേക്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അവൻ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അറിയില്ല എന്തൊക്കെയായത് റിയാക്ഷൻ, അവന് ഇത് ശരിക്കും ചെയ്യുമോ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ നമ്മൾ റെയ്യു എത്തിയിട്ടുണ്ട്. റെയ്യു ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അവന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഗെയിം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു സൂചന പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഗെയിമാണ് ചെയ്യുന്നത്. ഈ ഗെയിം അങ്ങനെ ഇതുവരെ കളിച്ചിട്ടൊന്നുമില്ല. കാക്കിയൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഗെയിം ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല ഈ ഗെയിം. അപ്പോൾ ഈ ഒരു ഗെയിം ഞാൻ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റത്തെ തുണ്ട് പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ പേപ്പേഴ്സ് ഞാൻ ഈ വീട്ടിൽ ഓരോ സ്ഥലത്തായി വെച്ചിട്ടുണ്ട്. എന്താ ഗെയിം വെച്ചാൽ ഈ ഫസ്റ്റത്തെ തുണ്ട് എനിക്ക് തരും. എന്നിട്ട് ഇതിങ്ങനെ വായിച്ചു കൊടുക്കുക. എല്ലാ തുണ്ടും കുറച്ച് ഉറക്കനെ വായിച്ചു കൊടുക്കുക, ഓർക്കും കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വായിച്ചിട്ട് ഇത് അടുത്ത ഇങ്ങനത്തെ ഈ പേപ്പർ എവിടെ ഉള്ളതെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വായിച്ചിട്ട് ഇതിൽ കറക്റ്റായിട്ട് എഴുതില്ല, ഇതിലുണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ ഇതിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് അടുത്ത പേപ്പർ കിട്ടും. അവിടുന്ന് അങ്ങോട്ട് പോകുക. അങ്ങനെ പോയി അവസാനം നമ്മുടെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും, ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ട്രഷർ എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതിലേക്ക് എത്തും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 10 തുണ്ടുകളുണ്ട്. ഇതും കൂടെ കൂട്ടിയിട്ട് ഇതും നമ്മുടെ ഇതിപ്പോൾ ഞാൻ റെയ്യുന് തരും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ തുണ്ട്. അപ്പം ഇനി ഇത് റെയ്യു വായിച്ചു. താഴെ ഗസ്റ്റ് ബെഡ്റൂമിൽ നല്ല ചൂടുണ്ട്, ജനൽ തുറന്നിട്ടാലോ? തുറന്നിടാം, നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ പോവാം. അപ്പോൾ ഞാൻ റെയ്യുവിൻ്റെ പിന്നാലെ. അപ്പോൾ റെയ്യു ഇതിങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ട് നടക്കും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ അവർക്കൊന്നുകൂടി ക്ലിയർ ഒന്നുകൂടെ ഉറക്കനെ വായിച്ചു കൊടുക്കണം, ഒന്നുകൂടി ശരിക്കും വായിച്ചു കൊടുക്കണം. ഓക്കെ റയാൻ, ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ക്ലൂ. താഴെ ഗസ്റ്റ് ബെഡ്റൂമിൽ നല്ല ചൂടുണ്ട്, ജനൽ തുറന്നിട്ടാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് റെയ്യു ഇല്ലാതെ പോവാം. അപ്പോൾ റെയ്യു പോവാണ്. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ ആദ്യത്തെ തുണ്ടിട്ട് നമുക്ക് താഴത്തെ ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. ജനലിൻ്റെ അവിടെ എവിടെയോ ആണെന്നാണ് തോന്നുന്നത്. കിട്ടി. അപ്പോൾ രണ്ടാമത്തെ തുണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ സെക്കൻഡ് ക്ലൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സിറ്റൗട്ടിൽ നല്ല കാറ്റുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സിറ്റൗട്ടിലേക്ക് നേരെ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ സിറ്റൗട്ടിൽ ദന്തമായിരിക്കുമായിരിക്കൂലേ? അപ്പോൾ ഇവിടെ എവിടെ നമുക്ക് എന്തിനാകും? ഇവിടേക്കത് ഈ പച്ചൻ കാണിക്കുന്നേ ആണല്ലോ. എവിടെ കാണില്ല. ഈ പച്ച ആണെന്ന് തോന്നുന്നത്. ഇവിടെ സോറി, എവിടെയാണ്? ഇവിടെ ഒന്നും കിട്ടും. നിങ്ങൾ പറഞ്ഞേ അവിടെ ആളെ ഇവിടെ
കാണില്ലേ എല്ലാ ക്വസ്റ്റ്യനും പൊന്നിച്ച് കഴിഞ്ഞു. സംശയം ശുഭനുള്ളിലല്ലോ ഇതൊന്നും കാണില്ല. ഇത് കിട്ടുന്നില്ലേ? ഓക്കെ, ഇപ്പം നമ്മളിത് എന്താണ്, തേർഡ് ക്ലൂ ആണ്. ഇപ്പോൾ ടി വിയിൽ CID മ്യൂസിയം ഉണ്ട്, പക്ഷേ റിമോട്ട് കാണാനില്ല. അപ്പോൾ എന്താണ്, TV റൂമിലാണ് സംഭവമുള്ളത്. അത് പോക്കറ്റിലെക്കാം. അപ്പോൾ റിമോട്ട് സംബന്ധിച്ച് അങ്ങനെ എന്തൊക്കെയോ ആയിരിക്കും, കാരണം റിമോട്ട് കാണാനില്ല എന്നാണ് അതിൽ എഴുതിയിരിക്കണേ. ആ കിട്ടി. ഓക്കെ, ഒരു ക്ലൂവും കിട്ടി, രണ്ടും കിട്ടി. അപ്പോൾ ഈ ഫോർത്ത് ക്ലൂ ഇതെന്താ നോക്കാം. എല്ലാവരും ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്, സോ ടേബിൾ ക്ലീൻ ചെയ്യോ. അപ്പോൾ ടേബിളിൻ്റെ അവിടെ എവിടെയോ ആണ്. ഈ ടേബിളിനെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ടേബിളിനെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇതെന്ത് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലാണോ? എന്താ കവി എന്താ ഉദ്ദേശിച്ചത്? ഇത് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും സാധനമാണോ? ഇത് ഇവിടെ ക്ലീൻ ചെയ്യുന്ന സാധനമൊന്നും ഇവിടെ കാണില്ല. ഇവിടെ ഒന്നും കാണില്ലല്ലോ. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരും. കിട്ടി. അപ്പം നമുക്ക് ഫിഫ്ത്ത് ക്ലൂ എന്താണെന്ന് നോക്കാം. നടന്ന് ക്ഷീണിച്ചോ കുറച്ച് വെള്ളം കുടിച്ചാലോ. അപ്പോൾ കിച്ചണായിരിക്കും. അപ്പം നമുക്ക് കിച്ചണിൽ പോവാം. ഗ്ലാസ്സിനുള്ളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറാം, അല്ലെങ്കിൽ ജഗ്ഗിലാണ് വെള്ളം ഉണ്ടാവില്ലേ. വെള്ളവുമായി ബന്ധപ്പെട്ട് ആകെ ജഗ്ഗും ഗ്ലാസും. പിന്നെ ഇപ്പം ഇത് വെള്ളവുമായി ബന്ധപ്പെട്ട് പിന്നെ ആ വായ ആകെ വെള്ളമായിട്ട് ബന്ധപ്പെട്ടാണ്. കിട്ടിപ്പോയി. ഓ, ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിക്കണേ. ഓ, പൊട്ടിയോ? ഇല്ല, ആകെ നനഞ്ഞിട്ടുണ്ടാവും. ഇല്ല, അധികം നനഞ്ഞിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ നനഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫിഫ്ത്ത് ക്ലൂ, തടി കുറച്ച് കൂടിയിട്ടുണ്ട്, ഡു പ്രോപ്പർ എക്സസൈസ്. അപ്പോൾ എക്സസൈസ് ഇവിടെ എക്സസൈസിൻ്റെ അങ്ങനെ ഇവിടെ ആരും അങ്ങനെ എടുക്കില്ല. അപ്പോൾ പിന്നെ മേലുള്ള, അപ്പോൾ നമുക്ക് മേലെ പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ സിക്സ്ത് ക്ലൂ, തടി കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ തടി കുറക്കാനുള്ള സാധനമാണ് സംഭവം സൈക്കിള്. അപ്പോൾ ഈ വീട്ടിലാകെ ഇതന്നെയുള്ള എക്സസൈസ് ചെയ്യാനുള്ളത്, വേറെ അത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ തന്നെ ആയിരിക്കും. ഇത് പൊന്തിച്ച് നോക്കേണ്ടി വരുമോ? ആ, കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലൂവും കിട്ടി. അപ്പോൾ ഇത് എത്രാമത്തെ ക്ലൂ ആണ്? ഇപ്പോൾ എത്ര എത്തിയപ്പോൾ? സെവൻത്ത് ക്ലൂ, ഇറ്റ്സ് ടൈം ടു സ്റ്റഡി, സോ സ്റ്റഡി വെൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്റ്റഡി ചെയ്യുന്ന അവിടെ തന്നെ ഉണ്ടല്ല, സ്റ്റഡി ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഇവിടെ ആയിരിക്കും. ഇവിടെ കിട്ടും ചിലോ. കിട്ടി. യെസ്, എയ്ത്ത് ക്ലൂ, കീപ് ഗുഡ് മാനേഴ്സ്, ഡ്രസ് ഒക്കെ ഹാങ്കറിൽ വെക്കൂ. അപ്പോൾ ഹാങ്കറിലേക്കാരം. ഹാങ്കർ ആ റൂമിൽ ഹാങ്കറില്ല, അപ്പോൾ ഇവിടേക്കാരം ഈ റൂമിലായിരിക്കും. ഹാങ്കറിലായിരിക്കും. അതും കിട്ടി. ഒക്കെ കിട്ടി. ഓക്കെ, അപ്പോൾ എത്രാമത്തെ ക്ലൂ ആണ്? 9th ക്ലൂ,
ഹിയർ ഇസ് ദ ലാസ്റ്റ് ക്ലൂ ഓഫ് യുവർ ട്രഷർ ഹണ്ട്. ഗെറ്റ് ഔട്ട് ഫ്രം ദ ഹൗസ് ആൻഡ് ഹണ്ട് യുവർ ട്രഷർ. ഗെറ്റ്. അപ്പോൾ വീടിന് പുറത്തോ? ഇപ്പോൾ ഈ പുറത്തല്ല, അപ്പോൾ സിറ്റൗട്ടിൻ്റെ പാടെ കരം ഒക്കെ തോന്നുന്നത്. ഇപ്പം നമ്മൾ 9th ക്ലൂ, ലാസ്റ്റത്തെ ക്ലൂ ആണ്. നമ്മൾ ഇനി ഇത് നോക്കാം പുറത്ത്. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് ക്ലൂ നോക്കാം. പിന്നെ ട്രഷർ നോക്കണം. ഇത്രയും കണ്ട സ്ഥലമൊക്കെ നോക്കി അവസാനം കിട്ടണ അവസാനം അയക്കാൻ ട്രഷർ. അത് ഇനി എന്താണാവോ ഇത്രയും കാക്കാക്കിയിട്ടില്ല. ഇപ്പം പ്രാങ്കൊക്കെ ആണെങ്കിലേ നമുക്കിനി നമുക്ക് ഇവിടെയൊക്കെ നോക്കണം. കാരണം ഇവിടെയൊക്കെ നമ്മൾ കുറേ ഇതൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പം അതൊക്കെ ഇവിടെ എത്തില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിലത്തെ പ്ലാന്റ്സ് ഒക്കെ. ഇവിടെ ബ്രിഞ്ചാളുണ്ട്, പിന്നെ അവിടെ ചില്ലീസ് ഉണ്ട്. ഇവിടെയൊക്കെ ബ്രിഞ്ചാൾ ഉണ്ട്, പിന്നെ അവിടെ ചില്ലീസ് ഒക്കെ ഉണ്ട്. അത് ഈ ഒരു ഒന്നിൽ എന്തെങ്കിലും ചിലപ്പോൾ എവിടെയാണെന്ന് പറയണ്ടോ? എനിക്ക് പിന്നെ സംശയം അവിടുത്തെ അവിടെ കിട്ടണില്ല. നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി പോയി നോക്കാം. കിട്ടുകയാണെങ്കിലാ ഇതിനുള്ളിൽ എന്താണ് ഇത്? പ്രാങ്ക് ആണെങ്കിൽ ഞാൻ ഇതൊക്കെ 8ന് പണി തരും കേട്ടോ. ഇവിടെ അത് പോകുന്നല്ലോ. പോയി നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാനില്ല. അവർക്ക് പോവാ. ഇതിലെന്താണാവോ? നമുക്കിത് തുറന്നു നോക്കാം. എന്താണെന്ന് തുറന്നു നോക്കാം. പ്രിങ്കിൾസും എന്താണ് ലോട്ടി ചോക്കി എന്താണിത്? ലോട്ടി ചോക്കപ്പായും ഫാൻറ്റസിയും. താങ്ക് യു. ഞാൻ അല്ലത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു വല്ല പ്രാങ്ക് എന്തെങ്കിലും കേൾക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഒപ്പിച്ചത് വല്ല പ്രാങ്ക് എന്തെങ്കിലും കേൾക്കാൻ വിചാരിച്ചു. ഇതിലേതെങ്കിലും ഒന്ന് തുറന്നു നോക്കിയാലോ? നമുക്ക് ഇപ്പോൾ തന്നെ തുറന്നോക്കാം. തുറന്നോക്കല്ലേ? തുറന്നോക്കാം. അല്ല ഇത് തന്നെ ഉണ്ടായി ഭയങ്കര ഇഷ്ടം. ഇതിന് പ്രാങ്കൊന്നല്ല, ഇതിന് ശരിക്കും നല്ല എന്താണ് നല്ല ഇത് പറയാൻ ചെയ്യാനൊക്കെ ഞാൻ ഇങ്ങനെ കാര്യത്തിൽ എങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞാൻ മുട്ടായെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പ്രാങ്ക് ആണോ ഇപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മാറിയത്. പ്രാങ്ക് നല്ല അല്ല. ഇത് ഞാൻ അപ്പോൾ തന്നെ തുറന്നു പോകുന്ന ലോട്ടി ചോക്കോ ഭയങ്കര ഇഷ്ടമാണ്.
കഴിച്ചോടി. വലിയ പീസോ? ഇത് വലിയ പീസ് ഓക്കെ. ഇത് എത്ര ആയി? ഇനിയിപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് വെറുതായിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ആണ് കൊട്ട. അപ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ പറയാൻ ഞങ്ങൾക്ക് എല്ലാ ഉറപ്പിൻ്റെ പ്രാങ്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഒന്നും ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചാണ്ട് വലിയ വലിയ പെട്ടിട്ടാക്കാൻ ചെറിയ സാധനം ആണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇപ്പം എനിക്ക് സമാധാനമായി ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയതൊക്കെ നല്ല ഇതിലായി. അപ്പോൾ ഇതാണ് എൻ്റെ ട്രഷർ ഹണ്ട് ഗെയിം. ഇതാണ് ട്രഷറും. അപ്പോൾ ഈ ഗെയിം ഭയങ്കര എനിക്ക് ഇത് സംഭവം അവിടെ ഇവിടെയൊക്കെ കുറേ പോകണമെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് നല്ല നല്ല ഗെയിം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ കസിൻസൊക്കെ കുറേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസകരമായ ഗെയിം കളിക്കാൻ.